ഗൈസ്, നമ്മൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാൻഡ് ക്രൂസറിലാണെന്ന് ഞങ്ങളുടെ പുതിയ ഡോഡ്ജിൻ്റെ ചാർജറാട്ടോ വണ്ടി. എൻ്റെ കമ്പനിയിൽ ഫുള്ള് റീമാപ്പ് ചെയ്ത് ഇനി ഇതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? സബ് പിടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കൂടുതൽ വേണ്ടിയിട്ട് സബ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കാറില്ല. വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള സെറ്റ് പവറാണ്. ഓ ഗായ്സ്, തെണ്ടി സാധനം. ഒന്നും കുഴപ്പമില്ല. സാധനം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത്രയും പവർ ഉണ്ടാവും. മാത്രമല്ല ഹൈറ്റ് ഓവറാട്ടോ. ഓവറായിട്ട് ഹൈറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഓവർ ആക്സലറേഷൻ കൊടുത്ത് നമുക്ക് വളയ്ക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാൻ ലോ ചെയ്താണ് എങ്ങനെയൊക്കെയോ വളച്ചുകൊണ്ട് പോകുന്നത്. അതൊന്ന് പറയണം. സ്റ്റേജ് 2 ആട്ടോ. ഇത് കണ്ടോ തീ പൊട്ടി. എത്ര സ്പീഡുണ്ടെന്ന് നോക്കാം. ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആട്ടോ. പിന്നെ 4 സ്പീഡ്. വണ്ടി ഇതാ കണ്ടോ, വണ്ടി ബാക്കിലോട്ട് തന്നെ പോവാണ്. ബ്രേക്ക് കുടിച്ചു എടുക്കണില്ല, വണ്ടി ബാക്കിലോട്ട് പോവാണ് കേട്ടോ. തീ പൊട്ടണം കേട്ടോ. ഇനി നമുക്കിന്നെ ടയറിനൊക്കെ സ്മോക്ക് കൊടുത്തിട്ടുണ്ട്. മോനെ സെറ്റ് പച്ച കളർ കേട്ടോ. പച്ച മഞ്ഞ ഫിനിഷിങ്ങിലുള്ളതാണ്. അത്ര നൈട്രസ് പിടിപ്പിച്ചിട്ടുണ്ട്. നൈട്രസിൻ്റെ ഒരു പവറാണ്. സഡൻ ഫുൾ ബ്രേക്കിംഗ് കൊടുത്തു. 4 കത്തി. ഇൻഡിക്കേറ്ററിംഗ് സിസ്റ്റം. ബ്രേക്ക് അടിക്കുമ്പോൾ എല്ലാം കത്തും. വണ്ടി ന്യൂട്രലാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ എല്ലാം കത്തും. റിവേഴ്സിലിട്ടു. വണ്ടി കൊള്ളാം എന്തായാലും. ഹെഡ് ലൈറ്റ് സിസ്റ്റം കൂടി നോക്കാം. കൊണ്ടുപോയി മൈന്യൂട്ട് പറയാൻ പറ്റില്ലൊരു ഓവറോൾ ഒരു ലുക്ക് ഇതാട്ടോ. ഹെഡ് ലൈറ്റ് നമ്മൾ മാക്സിമം ഇതാണ് എൻ്റെ ഒരു ഹെഡ് ലൈറ്റ് സിസ്റ്റം. ഒരു മഞ്ഞ ലൈറ്റ് വണ്ടിക്കുണ്ട്. എന്നാലും നമ്മൾ ഇൻഡിക്കേറ്റർ കത്തുമ്പം അല്ലാതൊരു ലൈറ്റ് പോലെ കൊടുത്തിട്ടാണ്. 70 മെല്ലെ തീ പൊട്ടിക്കാം. ഒരു ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓൺ ചെയ്തു. എന്തുട്ടോ ബൈ. നമുക്കത് ഈ വണ്ടി നിർത്തിയിട്ട് 4th ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയ മൂവ്മെൻറ്റേ ഉള്ളൂ. ഒരുപാട് നമ്മൾ വണ്ടി ഫുള്ള് സ്റ്റോപ്പ് ചെയ്തിട്ട് നൈട്രസ് ഓൺ ചെയ്തു. നൈട്രസിൻ്റെ പാത്രം പവറിലാണ് ഈ വണ്ടി ഓടുന്നത്. ഇടിച്ച് തറപ്പിച്ചുകൊണ്ടോ. നൈട്രസ് റീഫിൽ ചെയ്യണം.
എന്തെല്ലാം അവന്മാർ ചെയ്തോളും. നല്ലൊരു വണ്ടി കേട്ടോ ഇത്. ബോണറ്റ് ഇതാണ് നമ്മുടെ വണ്ടി. ഫ്രെയിംലെസ് അല്ല, അതാണ്. ഡിക്കി ചെറിയ ബൂട്ട് സ്പേസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ശബ്ദം വെക്കാത്തത്. ഫ്ലൈ ഡോർ അല്ല കേട്ടോ, അതാ നോർമൽ ഒരു കോബ്ര V12 എഞ്ചിനാണ്. പക്ഷേ വെക്കാനാണ് പ്ലാൻ. ഇൻറ്റീരിയറൊക്കെ ഇതാണ്. ഗിയർ ഇതാണ് കേട്ടോ. തേർഡിലൊക്കെ ഇട്ടെടുക്കുന്നതിന് കുഴപ്പമില്ല. ഫോർത്തിലോട്ട് വരുമ്പോഴാണ് വണ്ടിക്ക് ചെറിയ പ്രശ്നം. നാളെ നമ്മളെ വീടിനകത്തോട്ട് വണ്ടി കയറ്റും കേട്ടോ. തുറക്ക് സിംസേ വാതിൽ. നമുക്കിന്നൊരു സ്ഥലത്ത് പോകണം. അതാണ് നമ്മുടെ മെയിൻ വീഡിയോ. അതാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഓവറാകുമെന്ന് വിചാരിച്ചാണ്. നോക്കണേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെ. അല്ല വേണ്ട, അതൊരു വേറെ വീഡിയോ ആവട്ടെ. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. നമ്മൾ രാവിലെ ഇതിപ്പോൾ ഉച്ച ഒരു 12 മണിയാവാറായിട്ടുണ്ട്. രാവിലെ ഹമ്മർ കൊണ്ട് നമ്മളവിടെ നിന്ന് പോയി. ഹമ്മർ ഫുള്ള് ചെളിയാണ്. ഹമ്മർ അവിടെ കയറൂലേ. ഹമ്മർ അവിടെ കയറില്ല. അവിടെയുള്ള ചെളി ഹമ്മറൊന്നും കയറിയില്ല. ഹമ്മർ കയറില്ല, പക്ഷെ നമ്മുടെ മോൺസ്റ്റർ കയറും. എനിക്കിന്ന് മോൺസ്റ്ററിനെ ഒന്ന് എടുക്കാൻ പോകണം. മോൺസ്റ്ററിനെ എടുക്കണം. പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് കോൾ സ്റ്റാർട്ട് വീഡിയോ പോലെ നോക്കാം. സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല. ഒന്നും കുഴപ്പമില്ല, നമ്മുടെ ചക്ക സ്റ്റാർട്ടാവും. ഇവന് കുഴപ്പമൊന്നുമില്ല. ഇവനെ സൗണ്ട് മാറ്റുണ്ടോ നോക്കാം. നാളെ പോളോ നോക്കണം. പോളോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. അതാണ് ഇനി അടുത്ത പണി. പോളോയുടെ കാര്യം എനിക്ക് കുറച്ച് സംശയമുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് കാരണം ഈ സാധനം ഇടയ്ക്ക് സ്റ്റാർട്ട് ഉണ്ട്. അതുപോലും ഇല്ല. ഇതെല്ലാം നോക്കാം.